കണ്ണൂരിലെ ADM-ആയിരുന്ന അമീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരി എന്ന തരത്തിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന PP ദിവ്യയെ CPM കൈവിടില്ല, കൂടെ നിർത്തും, ചേർത്ത് നിർത്തും എന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ വീണ്ടും അത് തന്നെ സംഭവിക്കുന്നു. അവരെ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ പാർട്ടി പറഞ്ഞു. അങ്ങനെ അവർ രാജിവെച്ച് പുറത്തുപോയി. പക്ഷേ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം ഈ PP ദിവ്യയുടെ കയ്യിൽ തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥ പാർട്ടി എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള കസേര കൊടുക്കാതെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അധികാരം PP ദിവ്യയ്ക്ക് പാർട്ടി കൊടുക്കുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട്, ധനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷയായിട്ട് PP ദിവ്യയെ 11-ാം തീയതി തിരഞ്ഞെടുക്കാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. പാർട്ടി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. കാരണം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ NV ശ്രീജനിയെ രാജിവെപ്പിച്ചിട്ട് അവിടേക്ക് PP ദിവ്യയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനി ഈ രാജിവെക്കുന്ന ധനകാര്യ വകുപ്പിൽ നിന്ന് രാജിവെക്കുന്ന ശ്രീജനിയെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആക്കും. ഇനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന KK രത്നകുമാരിയെ ആണ് ഇപ്പോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത്. ഈ PP ദിവ്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന KK രത്നകുമാരിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി തീരുമാനിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴിഞ്ഞു കിടക്കുന്ന അടുത്തേക്ക് PP ദിവ്യയ്ക്ക് ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കുന്നില്ല. പകരം ധനകാര്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരിക്കുന്ന NV ശ്രീജനിയെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മാറ്റിയിട്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം ഒഴിവുവരുത്തുകയും ആ ഒഴിവിലേക്ക് PP ദിവ്യയെ കൊണ്ടുവരികയും ചെയ്യാനുള്ള ഒരു നീക്കമാണ്. അതിനുള്ള തീരുമാനങ്ങൾ പാർട്ടി എടുത്തു കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് രത്നകുമാരി ഒഴിഞ്ഞ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് PP ദിവ്യയെ കൊണ്ടുവന്നില്ല? കാരണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ അധികാരങ്ങളൊന്നുമില്ല. പക്ഷേ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ ഭരണ കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാൻ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന് കഴിയും. അതുകൊണ്ട് ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കും ഇനി 11-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ മാസം 11-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം കൊണ്ടുപോകുന്നതും കൈയാളുന്നതും നിയന്ത്രിക്കുന്നതും. അത് സാക്ഷാൽ PP ദിവ്യ തന്നെയായിരിക്കും. ഇതാണ് നമ്മൾ CPM അവിടത്തെ കൃത്യമായി എടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം. ഒരുപക്ഷെ കല്യാശ്ശേരി മണ്ഡലമുണ്ട്, അവിടെ CPM-ന്റെ ആരെ മത്സരിപ്പിച്ചാലും ജയിക്കുന്ന കല്യാശ്ശേരി മണ്ഡലം. ആ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇനി നാളെ PP ദിവ്യ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു കൂടായികയില്ല, മിക്കവാറും മത്സരിക്കാനാണ് സാധ്യത. അങ്ങനെ കല്യാശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചാൽ PP ദിവ്യ ജയിച്ചു വരും. കാരണം CPM-ന്റെ ആര് മത്സരിച്ചാലും ഒരു കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് കല്യാശ്ശേരി. അവിടെ PP ദിവ്യ ജയിച്ചു വരും. അപ്പോൾ ഈ PP ദിവ്യക്കെതിരായിട്ട് ഇത്രയും കാലം ആരോപണങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആൾക്കാരും അതുപോലെ മാധ്യമ പ്രവർത്തകരും എല്ലാം വായും കുളച്ച് നിൽക്കേണ്ടി വരും. കാരണം പാർട്ടിയുടെ കളിച്ചാൽ ഇങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് CPM-നെ അറിഞ്ഞുകൂടാ എന്ന് പലപ്പോഴും പറയുന്നത് ശരിയാണ്. ഇപ്പോൾ PP ദിവ്യ ചില മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കാൻ രംഗത്ത് വന്നിട്ടുണ്ടെന്നും കേൾക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല, അതെല്ലാം കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുണ്ട്. അങ്ങനെ ചില മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കവും അവിടെ നിന്ന് പാർട്ടിയിൽ നിന്നും PP ദിവ്യയ്ക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും 12-ാം തീയതി, അടുത്ത 12-ാം തീയതി PP ദിവ്യയുടെ ഈ കേസ്, അതായത് CBI ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന് അമീൻ ബാബുവിന്റെ കുടുംബം നൽകിയിരിക്കുന്ന ഹർജിയിൽ വീണ്ടും വാദം കേൾക്കാൻ 12-ാം തീയതിയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തലേ ദിവസം 11-ാം തീയതി ഈ ഇപ്പൊ പ്രതിയായി നിൽക്കുന്ന ഏകപ്രതി, ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി എന്ന തരത്തിലുള്ള ഏകപ്രതിയായ PP ദിവ്യയെ ഈ കോടതി ഹിയറിംഗ് കേൾക്കുന്നതിന്റെ തലേ ദിവസം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് വരും. അതാണ് നടക്കാൻ പോകുന്നത്.